അനധികൃതമായി ആയുധം കൈവശം വെക്കുന്നവരെയും വിൽപ്പന നടത്തുന്നവരെയും വിവിധ കുറ്റങ്ങൾക്ക് പിടികൂടാനുള്ളവരെയും പിടികൂടുന്നതിന് 6 ഗവർണറേറ്റുകളിലും പ്രത്യേക സംഘങ്ങൾക്ക് രൂപം നൽകിയതായി ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അബ്ദുൽ ഹമീദ് അൽ-അവദി അറിയിച്ചു. ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ എത്രയും വേഗം സ്വീകരിക്കാൻ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ഖാലിദ് അസ്സബാഹ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുലൈബിയയാണ് അനധികൃത ആയുധ വിൽപ്പനയുടെയും മറ്റും കേന്ദ്രമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. സമീപകാലത്ത് മേഖലയിൽ നിന്നും നിരവധി ആയുധങ്ങൾ കണ്ടെടുക്കുകയും കുറ്റവാളികളെ പിടികൂടുകയും ചെയ്തിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് കൊള്ളക്കിടെ മലയാളികൾ വെടിയേറ്റു മരിച്ച സംഭവം അരങ്ങേറിയതും സുലൈബിയയിൽ തന്നെയാണ്. ഈ വർഷം ഇതുവരെ 3000-ലധികം അനധികൃത ആയുധങ്ങൾ പിടികൂടിയതെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഇപ്പോൾ വീടുകളിലും സ്ഥാപനങ്ങളിലും കയറി പരിശോധന നടത്തണമെങ്കിൽ പോലീസിന് ജനറൽ പ്രോസിക്യൂഷന്റെ അനുവാദം വേണം. ആയുധങ്ങൾ സംഭവസമയത്ത് പിടിച്ചെടുക്കാനല്ലാതെ സംശയിക്കുന്നവരുടെ വീടുകളിൽ കയറി റെയ്ഡ് നടത്തി പിടിച്ചെടുക്കാൻ നിലവിൽ നിയമമില്ലാത്തതാണ് ആയുധവേട്ടയ്ക്ക് പരിമിതിയായി നിൽക്കുന്നത്. ഇതിനെ മറികടക്കാൻ ആളുകളുടെ വീട്ടിൽ കയറി ആയുധങ്ങൾ പിടികൂടാൻ സുരക്ഷാ വിഭാഗത്തെ അനുവദിക്കുന്ന തരത്തിൽ നിയമനിർമ്മാണം നടത്തണമെന്നാണ് ആവശ്യമുയർന്നിരിക്കുന്നത്. മീഡിയ 1 കുവൈത്ത്.